പോലെ നിക്ക് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് എന്നാ ലിസ്റ്റ്. ഇനി എന്ത് സാധനം വാങ്ങാനാണ്? ഇന്നലല്ലേ കക്കൂസിന്റെ ബ്രഷ് അടക്കം നീ ഒരു ലോഡ് സാധനം വാങ്ങിയത്. ഒരു പൊരയാകുമ്പോ അങ്ങനെയൊക്കെ തന്നെ. ഓ അമ്മണിച്ചെടുത്ത് നിന്നാ മതിയായിരുന്നു. ഇതൊരു ആയത്ത് മുഴുവൻ നീ എഴുതിണ്ടല്ലോ യേശു. ഇതെന്താണ് ഈ പെട്ടെ? എന്തേ കേട്ടിട്ടില്ലേ? ഉരുളക്കിഴങ്ങ് അങ്ങനെ മലയാളത്തിൽ എഴുതി പഠിക്കും. വേം വരണേ. ഓ ഇല്ലപ്പാ, ജയിലിൽ പോയി സുമേഷിനെ കാണണം. എന്നാ പിന്നെ ഇന്നാളത്തെ പോലെ ജയിലിൽ നിന്ന് ചിക്കനും ചപ്പാത്തി വാങ്ങിട്ട് വരും. ഇവിടെ ഉണ്ടാക്കണ്ടല്ലോ. നോക്കട്ടെ, ഈ ആദ്യം അകത്ത് അടങ്ങിയിരിക്കും. ഹലോ എന്റെ മോനെ, നീ വലിയ സ്പീഡിൽ ബൈക്ക് ഓടിക്കുമെന്ന് പറയുന്നതൊക്കെ ഞാൻ ഒരു തള്ളായിട്ടേ കൂട്ടിയിട്ടുള്ളത്. പക്ഷെ ഇക്കാര്യത്തിൽ എനക്ക് മരണ സ്പീഡായി പോലടാ. ഈ പറഞ്ഞ എന്റെ ഇള്ള ഇതും കൂടെ കളയല്ലേ. ആരായാലും പറയൂലടാ. നിങ്ങളുടെ മംഗലം കഴിഞ്ഞിട്ട് എത്ര ആളെ? ഈ അകത്തായിട്ട് ഇപ്പൊ എത്രയായി? അത് തന്നെ കണക്ക്. ഹിസാന്റെ വീട്ടിൽ അറിയിച്ച സാറിന് മക്കൾക്ക് പള്ളയിലായെന്ന് അറിയുമ്പോഴാണല്ലോ ഒളിച്ചോട്ട കല്യാണങ്ങൾക്ക് കോംപ്രമൈസ് വന്നത്. ആളെ നേരെ മറിച്ചാണ്. ഓള് തോറ്റ് തിരിച്ചു നിന്ന് മാറ്റിക്കെട്ടുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അതുപോയില്ലേ, ഇപ്പോഴും ചോടിയാണ്. എടാ ഇതുകൊണ്ടും കൂടെ ഞാൻ പറഞ്ഞേ, എനിക്ക് എന്റെ പഴയ പോലിലേക്ക് മാറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്റെ അമ്മേന്റെ കൂടെ തന്നെ നിന്നാ പോരായിരുന്നു. ആ സാധേട്ടൻ പറഞ്ഞിട്ടാണ് എന്റെ അമ്മയ്ക്ക് വെറുതെ ചൊറയുണ്ടാവുന്ന. അമ്മക്ക് ചൊറ ഉണ്ടാവുന്നൊന്നും ആലോചിച്ചിട്ടാവില്ല. എന്റെ മധുത് കൊള്ളാണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും സാധാരണ. അമ്മാര് കട്ടുറുമ്പല്ലേ വിളിയേച്ചി. അല്ല അതിന്റെ ഗുണമുണ്ടായപ്പ ഒന്നൊന്നര മാസത്തിനുള്ളില് എന്റെ ഈ ഓലക്കമലത്തെ ചിരിയും നിർത്തണ്ട. ഇതെന്താ ലോകം നടക്കാത്ത? എന്റെ ഈടത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ. ഈടെന്താടാ, ഇത് നമ്മുടെ സാമ്രാജ്യമല്ലേ. ഈടി ബലാത്സംഗ കേസിലെ പ്രതികളൊക്കെ പൈസ നമ്മുടെ സെല്ലിട്ട് തരാറ് മര്യാദ പഠിപ്പിക്കാൻ. സാറ് ലഡ്ഡു എടുത്ത് തന്നെ എന്റെ ചെങ്ങായി വാപ്പയാൻ പോകുന്നതിന്റെ ചെലവാണ്. വെറുതെ സ്വീപ്പാക്കല്ലേ. വേഗം അവസാനിപ്പിച്ച് പോവാൻ നോക്കെ. മനുഷ്യനെ ഷുഗർ അടുപ്പിച്ച് കൊല്ലാനായിട്ട് വന്നാക്കണേ ലഡുവായിട്ട്. എടാ മഞ്ഞളട് കിട്ടിയില്ലേ? അടുത്ത പ്രസവത്തിന് തരാട്ടാ. താലടിച്ച് പൊടിഞ്ഞ. ആ മതി മതി, സമയം കഴിഞ്ഞടാ. ഓർഡർ ആണ്. ശരി. ഇതത്ര ക്ലിയർ അല്ല കേട്ടാ. എനിക്ക് ക്ലിയർ ആവണ്ട, ആ ഡോക്ടർക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെ നീ പിന്നെ സുമേഷിനെ പോയി കണ്ടിരാ? 2-3 പ്രാവശ്യം പോയിന്. ഓൻ ആടെ കിടക്കേണ്ട ആളൊന്നുമല്ലപ്പാ. അള്ള സൂറ് ഓനെ വിട്ടൂടാ. പുറവച്ച് പിടിക്കല്ലേ? അത് നീ നോക്കണ്ട. പിടിക്കുന്ന വെച്ചാൽ ഞാൻ പിടിക്കൂ. നിനക്കറിയാലോ അങ്ങനെ മരണപാത്രത്തിൽ പായ പറ്റില്ലതായി. ഓളിരിക്കുന്നല്ലേ, ഓളിരിക്കുന്നുണ്ടാ. അല്ലെങ്കിൽ നമ്മൾ വിടുക. ഈ വണ്ടി എടുക്കും. ആ വണ്ടിക്കാരൻ അറിയാണ്ട് വന്ന് കയറിയാന്ന് എനിക്ക് തോന്നണില്ല. വണ്ടി എന്തായാലും കണ്ണൂരുള്ള തന്നെയാ. ഈ ശ്രദ്ധിച്ചു പോട്. സൈഡ് കീപ്പ് ചെയ്. ഈടെന്നാ പ്രശ്നം? എന്റെ വണ്ടി എന്താന്ന് ഇവിടെ നിർത്തേക്കുന്നത്? വണ്ടി റോട്ടുമല്ലാണ്ട് പിന്നീട് നിർത്തുക. ഓ അപ്പൊ നീ പണിക്കായിട്ട് തന്നെ ഇറങ്ങിയതാന്ന്? ഞങ്ങളുടെ നാഗേട്ടന്റെ പയ്യാല നടന്ന് കൊല്ലാൻ കാട്ടിക്കൊടുത്ത് ഇയ്യാന്ന് നിനക്കറിയാം. ഇനി അറിയാ പിന്നെ നിക്കത്തെ പ്രാന്താ. ഒരു ഓട്ടം വന്നിടങ്ങി. ഹലോ നീ ഏടാ? എന്നാ പിന്നെ എന്നെ എടുത്തിട്ട് പോസ്റ്റ് ആക്കണം. ആ ഞാൻ വരുന്നു. എല്ലാം വേണ്ടെന്ന് വെച്ച് ഒതുങ്ങിയത് പേടിച്ചിട്ടല്ല. കളിക്കാൻ നിക്കരുത്. നേർക്കൊന്നും വിടൂല. നീ ഒലക്കയാക്കും. ഞാടെ കരകരെ തീർന്ന സുമേഷിനൊപ്പം നീ ഉണ്ടായിരുന്നില്ലടാ. നീ ചലക്കുന്ന എനിക്കെല്ലാം വരുന്നുണ്ടാ. എന്നെ
നിങ്ങളെവിടേക്കാ? വീടിലേക്കാ? ആ റേഷൻ വാങ്ങാൻ. എന്തേ? നടക്കുപ്പാ, നടന്നിട്ട് പറയാം. നീ എടുത്തിയാ? ഞാനിവിടെയൊന്നും അല്ല, പക്ഷെ സുമേഷിന് എന്നെ അറിയാം. അല്ല, നിങ്ങൾ സുമേഷിന്റെ അമ്മയല്ലേ? നിങ്ങൾ തന്നെയല്ലോ ഓനെ പറ്റി. നീ പേറാതവനെ ഛർദിക്കോ? അല്ല അനക്കിപ്പോ എന്താ വേണ്ടേ? കനകനെ ഓൻ്റെ അമ്മ ഛർദിച്ചൊന്നുമല്ലപ്പാ, പെറ്റ തന്നെയാ. കനകനെ സുമേഷ് കൊത്തിക്കൊന്നിട്ടില്ലേ, ആ കനകൻ. പാമ്പിനെ പെറ്റോള് പെരുവഴി അടിക്കണമെന്ന് പണ്ടുള്ളവർ പറയലുണ്ട്. ഇല്ലെങ്കിൽ ഏഴജാതി മക്കൾ ചപ്പിലിൽ ഒളിച്ചിരുന്നിട്ട് വെയ്യെ പോകുന്നവരെ കൊത്തോലും. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ പെറ്റോളെന്നെ പെരുവഴി അടിക്കണം. അത് നിങ്ങൾ ചെയ്തിട്ടില്ല. നോക്കിയാട്ടെ, ഇവിടെ എത്രയാ കാട്ടും പൊടിയും. അതിനുള്ളങ്ങ് അനുഭവിക്കണ്ടേ? ഓനെ പെറ്റ കുറ്റത്തിന് നിങ്ങൾ അനുഭവിക്കേണ്ടതല്ലേ? വേണ്ടേ? അത് വെറൊരു സ്ത്രീ അല്ല സഖാവേ, പാർട്ടിക്ക് വേണ്ടി അത് നടക്കുന്ന ഒരു ചെക്കന്റെ അമ്മയാ. നിങ്ങൾക്കും പോയി കാര്യങ്ങൾ അന്വേഷിക്ക. ഒന്ന് വേഗം മുടി രമേശ. ഇല്ല 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 പോടും. ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് വെക്കണം കേട്ടോ. ഓല്ലേ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ചുണ്ടോ? വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ആ എല്ലാവരും അങ്ങോട്ട് മാറിപ്പോയിക്കോ. നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ, അത് മതി. വീടല്ലേ, അത് നമ്മ ഉണ്ടാക്കും. വാർക്ക ചുറ്റോറ ഇരുമ്പിന്റെ ഗ്രില്ലിട്ട വീട്, അത് പൊളിക്കാൻ വരട്ടെ നായ്ക്കൾ. വരട്ടെ വരട്ടെ എന്ന് വിചാരിക്കുമ്പോ പിന്നെയും കയറി വരിക നായിന്റെ മക്കള്. അനക്കനി എന്താ വേണ്ടത്? അമ്മണിയച്ചിന്റെ മൊഴി എടുത്തില്ല. പരാതി കിട്ടിയാല്? അമ്മിണിയേച്ചിക്ക് ഒരു പരാതിയില്ല. അമ്മിണിയേച്ചിക്ക് ഞങ്ങളെ സഹായവും ആവശ്യമില്ല. മനസ്സിലായിനാ? നീ എന്റെ ചെക്കനോട് ചെയ്ത സഹായം ഞാൻ മറന്നിട്ടില്ലേ ചന്ദ്ര. പോയോട്. എന്നിട്ട് നിങ്ങളെ കൂട്ടത്തിലുള്ള ഓരോ ചാരന്മാരുണ്ടല്ലോ, അവരോട് പറഞ്ഞേക്ക് ഇതിവിടെ നിർത്തിയാ കൊള്ളാം. ഇല്ലെങ്കിൽ ഒരറ്റത്തുനിന്ന് തല വീണ് തുടങ്ങിയ അതിന് അന്തമുണ്ടാകില്ല. അനക്ക് തിരിഞ്ഞിനാ ചന്ദ്ര, അനക്ക് തിരിഞ്ഞിനാന്ന്. എന്നാ പോട്, എല്ലാരെയും വിളിച്ചിട്ട് പോടെന്ന്. ആളെ തിരിഞ്ഞതല്ല, ഹരിചന്ദ്രനും ലക്ഷ്മണനും പിള്ളേരും. എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ. ഞാൻ ആദ്യം പോയിട്ട് ഒരു കാറ് വിളിക്കും.